everyone, welcome back. Elemental Masterclass ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിസ്റ്റഡ് കമ്പനീസും അതേപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനായ ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചായിരുന്നു. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് എക്സ്ചേഞ്ചസ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസ്റ്റഡ് കമ്പനീസും അതേപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ചാണ്. അപ്പോ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് മീൻ ചെയ്യുന്നത് പോലെ തന്നെ അത് ലിസ്റ്റഡ് ആണ്. എവിടെ? എക്സ്ചേഞ്ചസിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടോ? ഉണ്ട്. അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ചസിൽ ലിസ്റ്റഡ് അല്ല, അതിലുണ്ടാവില്ല. അതല്ലെങ്കിൽ അത് IPO ചെയ്ത് ലിസ്റ്റഡ് ആയി കാണില്ല. അപ്പൊ ഇവിടെ കാണുന്നതെല്ലാം നിങ്ങൾക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. ഇപ്പോ എല്ലാം ഇല്ല, ഒരു 10,000 വെക്കാനുള്ള സ്ഥലമൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കിട്ടിയതുമായിട്ടുള്ള കുറച്ച് കമ്പനീസ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? NSE ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. അത് കഴിഞ്ഞ് ഇപ്പോ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? കമ്പനീസ് അവരവരുടെ ഷെയർസ് പബ്ലിക്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? പബ്ലിക്കിന് അവരവരുടെ എന്താ പറയാ ഷെയർസ്, കമ്പനീസിന്റെ ഓണർഷിപ്പ് തന്നെയാണ് കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? ഇപ്പൊ ഒരു 20% പബ്ലിക്കിന് കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഓണേഴ്സ് 20% ആണ് അവരുടെ ഓണർഷിപ്പ് കൊടുക്കുന്നത്. അതുവഴി അവർക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവും? അവർക്ക് പുതിയ പുതിയ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഈ ഒരു കമ്പനി നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ഒരു സംഭവം പൊങ്ങുന്നത് പോലെ തന്നെ ഈ കമ്പനിയും വളരും. ഓക്കെ, അതായത് ഈ സ്റ്റോക്സ് വളരും തോറും എന്താ പറയുക, കമ്പനീസും വളരും. അതാണ് ലിസ്റ്റഡ് കമ്പനീസിന്റെ മെയിൻ ഉപയോഗം. അപ്പോൾ ഇവിടെ ലിസ്റ്റഡ് കമ്പനീസ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ടാറ്റ മോട്ടോഴ്സ് IPO കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വരുന്നത് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് തന്നെ ലിസ്റ്റഡ് കമ്പനീസ് ആണ്. ഇനി വരുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെന്നിട്ട് ബൈയും സെല്ലും ചെയ്യുന്ന മെയിൻ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഇതിൽ ഒരാളില്ല, അപ്സ്റ്റോക്സ് ഇല്ല, മെയിൻ ആയിട്ട് വരുന്നതാണ്. പക്ഷെ നിങ്ങൾ നോക്ക്, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം നമുക്ക് എന്താ പറയാ ബ്രോക്കേഴ്സ് ആണ്. ഇതിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സെറോദയാണ്. ഓക്കെ, സെറോദയാണ് ഇത്രയും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത്. അത് നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഇന്റർഫേസിൽ ചെന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻസ് എവിടെ കൊടുക്കുന്നത്? എക്സ്ചേഞ്ചിൽ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് റിലയൻസിന്റെ കമ്പനി വേണം, റിലയൻസിന്റെ കമ്പനി വാങ്ങണം എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? എന്റെ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, റിലയൻസിന്റെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബൈ നിൽക്കുമ്പോഴാണ് അത് എക്സ്ചേഞ്ചിലേക്ക് പോകുന്നത്. എക്സ്ചേഞ്ചിൽ ഇൻഫർമേഷൻ പോകുമ്പോൾ ആ ഒരു ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ എന്ത് പറ്റും? കമ്പനിയിലേക്ക് പോകും. കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്ന് എന്ത് വരും? നമുക്ക് സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് തരും. അപ്പോൾ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഇവരാണ് നമുക്ക് മൂന്നാമത് വരുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിനെ കാണാം. ടേക്ക് എ ബൈ.